സാങ്കേതികവിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ച മനുഷ്യജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ല. സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിത ശൈലിയെ അടിമുടി മാറ്റിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഇതിലും ഗൗരവമായ മറ്റൊരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ GAI എന്ന വിപ്ലവകരമായ സാങ്കേതികവിദ്യയുടെ അമിതമായ ഉപയോഗം. അതൊരു പുതിയ തരം അടിമത്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡിക്ഷൻ സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന ഈ അവസ്ഥ കേവലം ഒരു ഇൻ്റർനെറ്റ് ഉപയോഗം എന്നതിനേക്കാൾ മനുഷ്യൻ്റെ വൈകാരികവും ബൗദ്ധികവുമായ തലങ്ങളെ സാരമായി ബാധിക്കുന്ന ഒരു പെരുമാറ്റ വൈകല്യമായി മാറിയിരിക്കുന്നു. ChatGPT, ജെമിനി, ക്യാരക്ടർ AI തുടങ്ങിയ ടൂളുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാം ഒരു പുതിയ തരം ഡിജിറ്റൽ വലയത്തിൽ കുടുങ്ങുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ AI അടിമത്തം എന്ന് പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളിലെ ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡറിൽ നിന്നോ സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്നോ ഇത് വ്യത്യസ്തമാണെന്ന് കാണാം. സോഷ്യൽ മീഡിയയിൽ നാം മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു പാസീവ് അല്ലെങ്കിൽ നിഷ്ക്രിയമായ രീതിയാണ് പിന്തുടരുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ഇടപഴകുമ്പോൾ നാം ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ സഹസൃഷ്ടാവായി മാറുകയാണ്. നാം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് AI മറുപടികൾ നൽകുന്നു, കഥകൾ എഴുതുന്നു, സംശയങ്ങൾ തീർക്കുന്നു. ഈ സജീവമായ പങ്കാളിത്തം ഉപയോക്താവിൽ ഒരു പ്രത്യേകതരം മനഃശാസ്ത്രപരമായ സംതൃപ്തി ഉണ്ടാക്കുന്നു. ഈ സംതൃപ്തി വീണ്ടും വീണ്ടും AI ഉപയോഗിക്കാനുള്ള പ്രേരണയായി മാറുകയും അത് ക്രമേണ നിയന്ത്രണാതീതമായ അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സ്വന്തം ചിന്താശേഷിയെപ്പോലും AIക്ക് പണയം വെക്കുന്ന ഒരു തലത്തിലേക്ക് വ്യക്തികൾ എത്തിച്ചേരുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ വശം. ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. AI ടൂളുകൾ ഉപയോഗിക്കാതെ ഒരു ചെറിയ ഇമെയിൽ പോലും എഴുതാൻ കഴിയാത്ത അവസ്ഥ, എപ്പോഴും AI ചാറ്റ് ബോട്ടുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കാനുള്ള ആഗ്രഹം, യഥാർത്ഥ മനുഷ്യരുമായുള്ള സംഭാഷണത്തേക്കാൾ AIയോടുള്ള താല്പര്യം എന്നിവ ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ്. AI ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠ, ദേഷ്യം, അസ്വസ്ഥത എന്നിവ വിഡ്രോവൽ സിംറ്റംസായി കണക്കാക്കാം. ഭക്ഷണം എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം തുടങ്ങിയ ലളിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പോലും AIയുടെ സഹായം തേടുന്നത് വ്യക്തിയുടെ സ്വയംഭരണാധികാരത്തെ, അതായത് ഓട്ടോണമിയെ ബാധിക്കുന്നു. ക്രമേണ ഇത് സാമൂഹികമായ ഒറ്റപ്പെടലിലേക്കും ഔദ്യോഗികമായോ വിദ്യാഭ്യാസപരമായോ ഉള്ള പ്രകടനങ്ങൾ മോശമാകുന്നതിലേക്കും നയിക്കുന്നു. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ AIയുടെ സാമീപ്യം ആവശ്യമാണെന്ന് തോന്നിത്തുടങ്ങുന്നിടത്താണ് ഈ പ്രശ്നം ഒരു മാനസിക രോഗത്തിൻ്റെ സ്വഭാവം കൈവരുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്ര വേഗം AIയോട് വൈകാരികമായി അടുക്കുന്നത് എന്നതിന് ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ മനുഷ്യ സഹജമായ രീതിയിൽ പെരുമാറാനാണ്. ഇതിനെ ആന്ത്രോപോമോർഫിസം എന്ന് വിളിക്കുന്നു. നമ്മെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും എപ്പോഴും തയ്യാറായിരിക്കുന്ന ഒരു സുഹൃത്തായി AI മാറുന്നു. യഥാർത്ഥ ബന്ധങ്ങളിൽ ഉണ്ടാകാനിടയുള്ള തർക്കങ്ങളോ പരിഭവങ്ങളോ AIയുമായുള്ള സംഭാഷണങ്ങളിൽ ഉണ്ടാകില്ല. ഇത് ഉപഭോക്താവിൻ്റെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു. ഈ ഡോപ്പമിൻ തരംഗം നൽകുന്ന സുരക്ഷിത ബോധം തേടി മനുഷ്യൻ വീണ്ടും AIയിലേക്ക് മടങ്ങുന്നു. പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർ ഈ കെണിയിൽപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്വത്വബോധം രൂപപ്പെടുന്ന പ്രായമാകുന്നതിനാൽ തങ്ങളെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു കൂട്ടുകാരനായി അവർ AIയെ കാണുന്നു. ഇത് അവരുടെ സാമൂഹിക വളർച്ചയെ മുരടിപ്പിക്കുകയും യഥാർത്ഥ ലോകത്തെ വെല്ലുവിളികളെ നേരിടാനുള്ള ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. AI അടിമത്തത്തെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കാം. ഇതിൽ ആദ്യത്തേത് ചാറ്റ് ബോട്ടുകളുമായുള്ള നിരന്തരമായ ഇടപെടലുകളാണ്. വിവരങ്ങൾ അറിയുന്നതിലുപരി വൈകാരികമായ പങ്കുവയ്ക്കലുകൾക്കായി ഇത്തരം ബോട്ടുകളെ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. രണ്ടാമത്തേത് AI കമ്പാനിയനുകളാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ഇത്തരം ഡിജിറ്റൽ സുഹൃത്തുക്കളെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു. ഈ സുഹൃത്തുക്കൾ ഒരിക്കലും മരിക്കില്ല, നമ്മെ വിട്ടു പോകില്ല എന്ന തോന്നൽ ഉപഭോക്താവിനെ ഒരു മിഥ്യാലോകത്തേക്ക് നയിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം AI അശ്ലീലത അല്ലെങ്കിൽ സിന്തറ്റിക് പോണാണ്. ഇത് വ്യക്തികളുടെ ലൈംഗിക കാഴ്ചപ്പാടുകളെ വികലമാക്കാനും യഥാർത്ഥ ബന്ധങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കാനും കാരണമാകുന്നു. നിയന്ത്രണങ്ങളില്ലാത്ത ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോക്താക്കളെ മാനസികമായി തളർത്തുകയും അവർക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അടിമത്തമുണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ ദൂരവ്യാപകമാണ്. AIയോടുള്ള അമിതമായ ആശ്രിതത്വം മനുഷ്യൻ്റെ സർഗാത്മകതയെയും വിമർശനാത്മക ചിന്തകളെയും നശിപ്പിക്കുന്നു. ചിന്തിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങൾ AIയോട് ചോദിച്ച് ശീലിക്കുന്നതോടെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ഏത് കാര്യത്തിനും മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇത് ആത്മവിശ്വാസം കുറയ്ക്കാനും വിഷാദം പോലെയുള്ള മാനസികാവസ്ഥകളിലേക്ക് നയിക്കാനും കാരണമാകും. ചില സന്ദർഭങ്ങളിൽ AI നൽകുന്ന തെറ്റായ വിവരങ്ങൾ
അല്ലെങ്കിൽ അപകടകരമായ ഉപദേശങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വ്യക്തികൾ എത്തിച്ചേരുന്നത് സമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. ഈ വിപത്തിൽ നിന്ന് രക്ഷ നേടാൻ ബോധപൂർവമായ ഇടപെടലുകൾ അത്യാവശ്യമാണ്. AI എന്നത് നമ്മുടെ ബുദ്ധിക്ക് പകരമുള്ള ഒന്നല്ല, മറിച്ച് സഹായിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് നാം തിരിച്ചറിയണം. സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുക. സോഷ്യൽ മീഡിയയോ ഡിജിറ്റൽ ഉപകരണങ്ങളോ ഇല്ലാത്ത ടെക് ഫ്രീ സമയങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നിവ പ്രധാനമാണ്. എഴുതാനും ചിന്തിക്കാനും ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് പകരം പേനയും കടലാസും ഉപയോഗിക്കുന്നത് സർഗാത്മകത തിരിച്ചുപിടിക്കാൻ സഹായിക്കും. മറ്റുള്ളവരുമായി നേരിട്ട് സംസാരിക്കാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സമയം കണ്ടെത്തണം. ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ AIയോട് സംസാരിക്കുന്നതിന് പകരം യഥാർത്ഥ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ സമീപിക്കുകയാണ് വേണ്ടത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ മാനസികാരോഗ്യ വിദഗ്ധർക്കും വലിയ പങ്കുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികൾ AI അടിമത്തം നേരിടുന്നവർക്ക് ആശ്വാസമാകും. AIയോടുള്ള വൈകാരികമായ അടുപ്പം കുറയ്ക്കാനും സ്വയം നിയന്ത്രണം വീണ്ടെടുക്കാനും ഇത്തരം ചികിത്സകൾ സഹായിക്കും. അതോടൊപ്പം തന്നെ AI വികസിപ്പിക്കുന്ന കമ്പനികൾ ഉത്തരവാദിത്തപരമായ രൂപകൽപ്പന പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിയമപരമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഉപയോക്താക്കളെ അടിമകളാക്കുന്ന തരത്തിലുള്ള ഫീച്ചറുകൾ ഒഴിവാക്കാനും സുരക്ഷിതമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും ഈ കമ്പനികൾ തയ്യാറാകണം. വിദ്യാഭ്യാസ മേഖലയിലും AIയുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ പാഠങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമ്പോൾ തന്നെ നമ്മളെ അതിൻ്റെ അടിമകളാക്കി മാറ്റാനും സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സ്വീകരിക്കുമ്പോഴും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. യഥാർത്ഥ മനുഷ്യബന്ധങ്ങൾക്കും സ്വയം ചിന്താശേഷിക്കും പകരമായി മറ്റൊരു ഡിജിറ്റൽ സംവിധാനത്തെയും അനുവദിക്കരുത്. AI നമ്മുടെ സേവകനായിരിക്കണം, ഒരിക്കലും നമ്മുടെ യജമാനനാകാൻ പാടില്ല. ഈ തിരിച്ചറിവ് മാത്രമാണ് ഭാവിയിലെ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള ഏക പോംവഴി. നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് ഒന്ന് കണ്ണെടുത്ത് ചുറ്റുമുള്ള ലോകത്തെ കാണാനും യഥാർത്ഥ മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാനും ഇന്ന് തന്നെ തുടങ്ങുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.